ഹലോ, ഇന്നത്തെ ഒരു ഈവനിങ് സ്റ്റഡി വ്ലോഗ് കണ്ടാലോ? ഇന്നൊരു തലവേദന പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ചെറുതായിട്ട് മൈഗ്രെയിൻ വരുന്ന പോലെ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിയ ഒരു ഈവനിങ് ആയിരുന്നു. എന്നാലും എക്സാമൊക്കെ വരികയല്ലേ. ഇപ്പോൾ 10th പ്രിലിംസിൻ്റെ ഡേറ്റ് വന്നു, ഡിഗ്രി പ്രിലിംസിൻ്റെ കൺഫർമേഷൻ കൊടുത്തു, 10th പ്രിലിംസിൻ്റെ കൊടുത്തു. അപ്പോൾ ആ ഒരു ഇതിൽ പഠിക്കാതിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ സമയമില്ല. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കുറച്ചങ്ങനെ ഇരുന്നിട്ട് റൂമിനകത്ത് തന്നെ ഇരുന്നിട്ടാണ് പഠിച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്ന് കുട്ടികൾക്ക് പാലൊക്കെ തിളപ്പിച്ച് കൊടുത്തു. അതേപോലെ തുണികൾ മടക്കാനുള്ളത് മടക്കി. പിന്നെ ഞാനും ഒരു ചായയൊക്കെ ഇട്ടിട്ട് പഠിക്കാതിരിക്കാൻ വിചാരിച്ചു. ഭയങ്കര തലവേദന കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ചായയുടെ കൂടെ ബുക്ക് എടുക്കും. പക്ഷെ നല്ല തലവേദന ഫീൽ ചെയ്തപ്പോൾ ഞാൻ കുറച്ചൊന്ന് ആസ്വദിച്ചിരുന്ന് ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ചപ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടിയപ്പോൾ പുറത്ത് വന്നിരുന്ന് പഠിക്കാമെന്ന് വെച്ചിട്ട് പുറത്ത് ഞാൻ LGSൻ്റെ റാങ്ക് ഫയൽ എടുത്തിട്ട് വന്നിട്ടാണ് പഠിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമായിട്ട് ഈ ഊഞ്ഞാലിലിരുന്ന് ഇങ്ങനെ ആടി ഇരുന്ന് പഠിക്കുന്നത്. പക്ഷേ തലവേദന കാരണം അങ്ങോട്ട് നന്നായി എൻജോയ് ചെയ്ത് പഠിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ. എക്സാമിന് അടുക്കുന്നതിനോടുള്ള ആ ഒരു പേടി എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വയ്യാഞ്ഞിട്ടും പഠിക്കുന്നത്. അപ്പോൾ ചില വൈകുന്നേരങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ തലവേദന അങ്ങനെ എന്തെങ്കിലും വയ്യായിക ഉണ്ടാവും. എന്നാലും നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് കുറച്ച് പഠിക്കണം അല്ലേ. അപ്പോൾ ഞാൻ ആ ഒരു ബുക്ക് ബോറടിച്ചപ്പോൾ പിന്നെ SCRTയിലെ അറിവിടത്തിലത്തെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ നോക്കി. അത് ഫിസിക്സിൻ്റെ ചാപ്റ്ററായിരുന്നു. അപ്പോൾ അത് നോക്കി. പിന്നെ അത് അവിടെ നിർത്തിയിട്ട് ഒരു 6 മണി വരെ പഠിച്ചുള്ളൂ. പിന്നെ എനിക്ക് തീരെ വയ്യാതെ തോന്നിയപ്പോൾ ഞാൻ നിർത്തി. അതിനുശേഷം പിന്നെ ഞാൻ രാത്രി ഒരു 7:30ക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ SCRTയുടെ ഇതുപോലെ ചെറിയ നോട്ടാക്കി എടുത്തിട്ടുണ്ട്, റെയർ ഫാക്റ്റൊക്കെ. അപ്പോൾ ആ ഒരു ഭാഗം വായിക്കാമെന്ന് വെച്ചിട്ട് അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുട്ടികൾക്കും ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഇരുന്നത് ഒരു 9:30 ആകുമ്പോഴാണ് കേട്ടോ. അവരെല്ലാം ഉറങ്ങിയ ശേഷമാണ് ഞാൻ പിന്നെ ഇരുന്നത്. ആ സമയമാകുമ്പോഴേക്കും എൻ്റെ തലവേദന ഒരുവിധം വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 1 മണിക്കൂറും 10:30 വരെ ഇരുന്ന് പഠിച്ചു കേട്ടോ. 10:30 വരെ ഇരുന്ന് ഈ റാങ്ക് ഫയലാണ്. പിന്നെ റാങ്ക് ഫയലല്ല, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്കാണ്. അപ്പോൾ ഇത് കുറച്ച് ഭാഗം കൂടി കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഇത് വാങ്ങി വെച്ചിട്ട് ഒരുപാട് നാളായി, ഇപ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ ഭാഗമൊക്കെ കംപ്ലീറ്റ് ആക്കി കേട്ടോ. ഇതിൽ നമ്മളുടെ കഴിഞ്ഞ LDയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ ഒരു LGS ലെവൽ പോലത്തെ ക്വസ്റ്റ്യൻസാണ് ഈ ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇനി നോക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു തലവേദനയൊക്കെ മാറിയ സ്ഥിതിക്ക് ഈ ഒരു സമയമാണ് എനിക്ക് ഇത്തിരി നന്നായി പഠിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈവനിങ് സ്റ്റഡി വ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല, എല്ലാവരുടെയും കാര്യം ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ. ചില ദിവസമൊക്കെ വയ്യായിക വരും. എന്താണേലും നമ്മളിതെല്ലാം അതിജീവിച്ച് നമ്മുടെ ജോലി എന്ന ലക്ഷ്യത്തിലേക്ക് എത്തണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കും കേട്ടോ. എക്സാം എല്ലാവരും കൺഫർമേഷനൊക്കെ കൊടുത്തില്ലേ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ലാസ്റ്റ് ഞാൻ കാണിച്ചത് എന്താ അറിയോ, മറ്റേ YPT ആപ്പ് ഉണ്ടല്ലോ, അതിൽ ഞാൻ ഇന്ന് പഠിച്ച ടൈമാണേ. ഇന്ന് ഞാൻ ഇത്രയാണ് പഠിച്ചിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ ഒരു 6 hours പ്ലസ് പഠിക്കുന്നതാണ്. ഇന്ന് വയ്യാത്തതുകൊണ്ട് ഇത്രയാണ് പഠിച്ചത്. പിന്നെ എല്ലാ ദിവസവും 6 hours ഞാൻ പറയുന്നില്ല. ചില ദിവസം 4 hours ആയിരിക്കും. നമ്മളുടെ ഒരു വൈയായിക സാഹചര്യമൊക്കെ അനുസരിച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു ആപ്പ് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കൂ YPT ആപ്പ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.